അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇല ഖനാത്തി. പ്രിയ കുട്ടികളെ, 2024 ഇന്ന് നടന്ന ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവയുടെ ആൻസറും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എക്സാം എളുപ്പമുണ്ടായിരുന്നോ എങ്ങനെയെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. 6 പ്രവർത്തനമുണ്ട്, അതിൽ 5 പ്രവർത്തനങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നഖ്റ ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു അനിൽ അസ്ഇല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് ഉത്തരം നൽകാം. ദാത്ത ലൈലത്തിൻ മതീറത്തിൻ, മഴയുള്ള ഒരു രാത്രിയിൽ. കാന ഷാക്കിറുൻ നായിമൻ, ഷാക്കിർ എന്ന കുട്ടി ഉറങ്ങുകയായിരുന്നു. ഫി ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ. ഫസ്തൈക്കൽ, അവന് എഴുന്നേറ്റു. ബിസൗത്തി ദീഹി, കാറ്റിൻ്റെ സൗണ്ട് കേട്ടിട്ട്. എങ്ങനെയാണ്? ഷദീദ്, നല്ല ശക്തിയിലുള്ള കാറ്റിൻ്റെ സൗണ്ട് കേട്ടാണ് അവന് ഉണർന്നത്. വനളറ ഇലൽ ഖാരിജി, പുറത്തേക്കവൻ നോക്കി. അൽ മത്വറു, മഴ. യൻസിലു, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. വൽ അഷ്ജാറു, മരങ്ങളും. വല്ല അറാസു, ചെടികളും. തമായലു, ആടി ഉലയുന്നു. ഫജ് അത്തൻ, പെട്ടെന്ന്. സെമി സുറാഹൻ, ഒരു അട്ടഹാസം കേട്ടു. മിൻ ബൈത്തി ജാരിഹി, അവൻ്റെ നൈബറിൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന്. അസ്ര ഇലൈഹി, അവൻ ധൃതിയിൽ പോയി. മഅവാലിദിഹി, അവൻ്റെ ഉപ്പയോടുകൂടി. അവന് വേഗത്തിൽ പോയി നോക്കി. ഫ ഇദൻ, അപ്പോൾ അതാ. ഷജറത്തുൻ കബീറ, വലിയ ഒരു മരം. സഖത്തൊത്ത്, അത് വീണ് കിടക്കുന്നു. അല ബൈത്തി ജാരിഹി, അവൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണ് കിടക്കുന്നതാണ് കാണുന്നത്. നാദ, വിളിച്ചു. ഷാക്കിറുൻ ജീറാനുഹു, അവൻ്റെ നൈബേഴ്സിനെ വിളിച്ചു, അയൽവാസികളൊക്കെ വിളിച്ചു. ഇജ്തമഉ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി. വ അൻകദൂ, അവർ രക്ഷപ്പെടുത്തി. അഹ്ലൽ ബൈത്ത്, ആ വീട്ടിലുള്ള മെമ്പേഴ്സിനെ, ആളുകളെ, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തി. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ആൻസറും ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, ശ്രദ്ധിക്കുക. മാദാ സമി ഷാക്കിറുൻ, ഷാക്കിർ എന്താണ് കേട്ടത്? അൽ അദാൻ, ബാങ്ക് വിളിയാണോ? അസുറാഹ്, അട്ടഹാസമാണോ? അന്നഷീദ, പാട്ടാണോ? ആൻസർ എല്ലാവർക്കും അറിയാം. 2 ആൻസർ. സുറാഹുൻ, അട്ടഹാസം. മഅമൻ, ആരുടെ കൂടെയാണ്? അസ്ര, ധൃതിയിൽ പോയത്. ഇല ബൈത്തി ജാരിഹി, തൻ്റെ നൈബറിൻ്റെ വീട്ടിലേക്ക് ധൃതിയിൽ പോയത് ഷാക്കിർ ആരുടെ കൂടെയാണ്? മഅമൻ, ആരോടൊപ്പമാണ്? അസ്ര, ധൃതിയിൽ പോയത് ഷാക്കിർ പോയത്. ഇല ബൈത്തി ജാരിഹി, അവൻ്റെ നൈബറിൻ്റെ വീട്ടിലേക്ക്. മഅൽ ഉമ്മി, ഉമ്മയോടൊപ്പം. അഹീഹി, അവൻ്റെ ബ്രദറിൻ്റെ കൂടെ. വാലിദിഹി, അവൻ്റെ ഫാദറിൻ്റെ കൂടെ. ആൻസർ എല്ലാവർക്കും അറിയാം. 3 മഅ വാലിദിഹി, അവൻ്റെ ഉപ്പയുടെ കൂടെ. മാദാ സഖത്ത അലൽ ബൈത്തി, വീടിൻ്റെ മുകളിലേക്ക് വീണത് എന്താണ്? ഹജറത്തുൻ, കല്ലാണോ? സുഹ്റത്തുൻ, പാറയാണോ? ഷജറത്തുൻ, മരമാണോ വീണത്? 3 ആൻസർ, ഷജറത്തുൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. മൻ, ആരാണ്? ഇജ്തമഅ, ഒരുമിച്ച് കൂടിയത്. ഇന്ദ ബൈത്തിൽ ജാരി, അയൽവാസിയുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരുമിച്ച് കൂടിയത് ആരൊക്കെയാണ്? അൽ അക്കാരിബ്, കുടുംബക്കാരാണോ? അൽ ജീറാൻ, അയൽവാസികളാണോ? അൽ അസ്തിക, കൂട്ടുകാരാണോ? ആൻസർ 2. അൽ ജീറാൻ, അയൽവാസികളാണ് ഒരുമിച്ച് കൂടിയത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. മാദ, എന്താണ്? റഅ ഷാക്കിറുൻ, ഷാക്കിർ കണ്ടത് എന്താണ്? അൽ മത്തറ യൻസിലു, മഴ വരുന്നതാണോ കണ്ടത്? അർറജുല യഫിറു, ഒരു പുരുഷൻ ഓടിപ്പോകുന്നതാണോ കണ്ടത്? അൽ ബിൻത തബ്കി, പെൺകുട്ടി കരയുന്നതാണോ കണ്ടത്? ആൻസർ അൽ മത്തർ യൻസിലു, മഴ പെയ്യുന്നതാണ് കണ്ടത്. 2ാമത്തെ പ്രവർത്തനം നോക്കാം. നുക്മിലുൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നസീമുൻ ദാരിസുൻ, നസീം ഒരു സ്റ്റുഡൻ്റ് ആണ്. യസ്തഹ്ദിമുൽ ജവ്വാല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. വഖ്തൻ തൊവീലൻ, ദീർഘനേരം, കുറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നസീം.
ലാത്ത മസാഇൻ ഒരു ദിവസം വൈകുന്നേരം ഷഅറ അവൻ അനുഭവപ്പെട്ടു ബി അലമിൻ ഷദീദ് കഠിനമായിട്ടുള്ള വേദന ഫി ഐനൈഹി അവൻ്റെ 2 കണ്ണിലും നല്ല വേദന തോന്നി. ഫദഹബ ബിഹി അവനെയും കൊണ്ട് ഉപ്പ അൽവാലിദ് ഉപ്പ പോയി ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക്. ഫഹസഹു തൊബീബു അവനെ ഡോക്ടർ പരിശോധിച്ചു. വസഅല ചോദിക്കുകയും ചെയ്തു. മാത അസ്വബ എന്താണ് പറ്റിയത്? യാ വലത് കുട്ടി നിനക്ക് എന്താണ് ബാധിച്ചത്? ഫദറ ബൈനഹുമാ ഹിവാർ അപ്പോൾ അവർ 2 പേർക്കും ഇടയില് ഡോക്ടർക്കും നസീമിനും ഇടയില് കോൺവെർസേഷൻ നടന്നു. ഹിവാർ നമ്മൾ ആ വിട്ട ഭാഗം ഫില്ല് ചെയ്യണം. നസീമും തൊബീബും കൂടിയിട്ടാണ് കോൺവെർസേഷൻ. നസീം പറഞ്ഞു മസാ ഉൽ ഖൈർ ഗുഡ് ഈവനിങ്. അപ്പോൾ തൊബീബ് ഡോക്ടർ മസാഹുന്നൂർ എന്ന് പറഞ്ഞു. മാതാ അസോബക്ക നിനക്ക് എന്താണ് ബാധിച്ചത്? എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. അസോബനി എനിക്ക് ബാധിച്ചു അലമുൻ ഷദീദ് കഠിനമായ വേദന ഫി ഐനൈനി എൻ്റെ 2 കണ്ണിലും. മത്ത ഷഅർത്തബിൽ അലമ് വേദന എപ്പോഴാണ് നിനക്ക് തുടങ്ങിയത്? റാത്ത മസാഇൻ ഒരു ദിവസം വൈകുന്നേരമാണ് തുടങ്ങിയത്. ഹൽ തസ്തഹ്ദിമുൽ ജവാല മൊബൈൽ ഫോൺ നീ ഉപയോഗിക്കാറുണ്ടോ? അപ്പം അവന് നാം എന്ന് പറഞ്ഞു. അതേ എന്ന് മറുപടി കൊടുത്തു. തൊബീബ് വീണ്ടും ചോദിക്കുകയാണ് കം വക്തൻ എത്ര സമയമാണ് തസ്തഹ്ദിമുൽ ജവാല നീ മൊബൈൽ ഉപയോഗിക്കുന്നത്? അപ്പം നസീമ് മറുപടി കൊടുക്കുകയാണ് അസ്തഹ്ദിമു ഞാൻ ഉപയോഗിക്കുന്നു വക്തൻ തൊവീലൻ കുറേ സമയം. അസ്തഹ്ദിമുൽ ജവാല വഖ്തൻ തൊവീലൻ കുറേ നേരം ഞാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. അത്തൊബീബു ഡോക്ടർ പറയാണ് ലാ തസ്തഹ്ദിം നീ ഉപയോഗിക്കാൻ പാടില്ല അൽ ജവാല മൊബൈലിനെ ലി ഉസ്ബുഇൻ ഒരാഴ്ചക്കാലം. തനാവൽ നീ കഴിക്കണം ഹാദ ദവാ ഈ മരുന്ന് നീ കഴിക്കണം. നസീം ചോദിക്കുകയാണ് കമ്മറത്തൻ എത്ര തവണയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു. അത്തൊബീബു ഡോക്ടർ പറഞ്ഞു ഇവിടെ നിങ്ങൾ മറത്ത് ഒന്നുകിൽ സലാസ മറാത്തിന് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 3 തവണ, അല്ലെങ്കിൽ മറത്തേനി 2 തവണ, അല്ലെങ്കിൽ മറത്തുൻ വാഹിദ എന്നും കൊടുക്കാം. നസീം ശുക്രൻ എന്ന് പറഞ്ഞു നന്ദി. അത്തൊബീബു ഡോക്ടർ അഫുവൻ വെൽക്കം എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ അവസാനിക്കുകയാണ്. 3ാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. നഖ്റ ഉൽ ഫിക്റ അൽ ആത്തിയ താഴെയുള്ള പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. മുദക്കിറ ഒരു കുറിപ്പ്. അൻകുറത്തിൽ കദം ഫുട്ബോളിന്റെ പ്രയോജനത്തെക്കുറിച്ച് ഫുട്ബോൾ കളിക്കലിന്റെ പ്രയോജനത്തെക്കുറിച്ച് ഉള്ള ഒരു മുദക്കിറ നമ്മൾ തയ്യാറാക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നടത്തത്തിനെ കുറിച്ചിട്ടുള്ള മഷിയു നടത്തം കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ചാണ്. അവിടെ അതിനെ മാറ്റിയിട്ട് നമ്മൾ എന്തെഴുതണം? ഖുറത്തുൽ ഖദം ഫുട്ബോൾ കളിക്കൽ കൊണ്ട് എന്തൊക്കെ പ്രയോജനമാണ് എന്ന് നമ്മൾ എഴുതണം. അൽ മഷിയു നടത്തം ഫി സ്വബാഹി രാവിലെയുള്ള നടത്തം മിൻ ആദാതി സിഹിയ ആരോഗ്യശീലങ്ങളിൽ പെട്ടതാണ്. ഹുവ അത് യസീദുൽ ജിസ്മ ശരീരത്തിനെ വർദ്ധിപ്പിക്കുന്നു. കുവ്വത്തൻ വനശാത്തൻ കുവ്വത്ത് ജിസ്മുൻ ശരീരം, കുവ്വത്ത് ശക്തി, വനശാത്തൻ ഉന്മേഷവും നൽകുന്നു. ശരീരത്തിന് ഉന്മേഷവും ശക്തിയും നൽകുന്നു. വ തുക്കവ്വിൽ അവലാത്ത് മസിലുകൾക്ക് യുക്കവ്വി മസിലുകളെ ശക്തിപ്പെടുത്തുന്നു. വയംനഉ തടയുന്നു. മിനൽ അംറാദിൽ അദീദ എണ്ണമറ്റ രോഗങ്ങളിൽ നിന്നും അത് തടയുന്നു. അൽ മഷിയോ നടത്തം യുകല്ലിലുൽ ബദാന പൊണ്ണത്തടിയെ കുറക്കുന്നു. വയോത്തി നൽകുന്നു. റാഹത്തൻ ഫിന്നഫ്സി മനസ്സിലൊരാശ്വാസം നൽകുന്നു. ഇനി നിങ്ങൾ അവിടെ ഖുറത്തുൽ ഖദം വെച്ചുകൊണ്ട് ആ പാരഗ്രാഫിലെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. ഖുറത്തുൽ ഖദം ഫുട്ബോൾ കളി മിനൽ ആദാത്തി സിഹിയ ആരോഗ്യശീലങ്ങളിൽ പെട്ടതാണ്. മഷിയ് മുദക്കറായ കാരണം അവിടെ യസീദു, യുക്കവി, അതുപോലെ തന്നെ യംനഉ എന്നൊക്കെ വന്നു.
യോത്തി. ഇതൊക്കെ മാറ്റിയിട്ട് ഖുറത്തുൽ ഖദം മുഅന്നസായത് കൊണ്ട് തന്നെ അവിടെ യാ മാറ്റിയിട്ട് ഹിയ വെച്ചുകൊണ്ട് തുടങ്ങണം. പിന്നെ യാ ഉള്ളോടത്ത് താ ചേർത്തും ഫിയൽ എഴുതണം. നോക്കൂ, ഖുറത്തുൽ ഖദമി ഫുട്ബോൾ കളി മിനൽ ആദാത്തി സിഹിയ ആരോഗ്യശീലങ്ങളിൽ പെട്ടതാണ്. ഹിയ അത് തസീദുൽ ജിസ്മ ശരീരത്തിനെ അത് വർദ്ധിപ്പിക്കുന്നു. കുവ്വത്തൻ വനശാത്തൻ ഉന്മേഷവും ശക്തിയും. വയുക്കവ്വി എന്ന് മാറ്റിയിട്ട് അവിടെ തുക്കവ്വി ചേർത്ത് കൊടുക്കുക. വ തുക്കവ്വിൽ അവലാത്തി പേശികൾക്ക് ബലം നൽകുന്നുണ്ട്. വയംന ഓ അത് തടയുന്നു എന്നുള്ളിടത്ത് വതംന ഓ മിനൽ അംറാദിൽ അദീദ എണ്ണമറ്റ രോഗങ്ങളിൽ നിന്നും അത് തടയുന്നു. അൽ മഷിയു നടത്തം എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ അൽ ഖുറത്തുൽ ഖദമി ഫുട്ബോൾ കളി യുക്കല്ലിലു മാറ്റിയിട്ട് തുക്കല്ലിലു അത് കുറക്കുന്നു. അൽ ബദാന പൊണ്ണത്തടി കുറക്കുന്നു. വയോത്തി എന്ന് മാറ്റിയിട്ട് വത്തോഴ്ത്തി അത് നൽകുന്നു. റാഹത്തൻ ഫിന്നഫ്സി മനസ്സിൽ ഒരു ആശ്വാസം നൽകുന്നു. ഇനി വേറെയും പോയിന്റുകൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 4ാമത്തെ പ്രവർത്തനം നോക്കൂ. നുലാഹിലു നമുക്ക് നിരീക്ഷിക്കാം. തർജമത്തൽ ഹയാത്തി ജീവചരിത്രം ലിസയ്യിദി വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ഒരു ജീവചരിത്രം നമുക്ക് നിരീക്ഷിക്കാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ബയാനാത്തിഹി ഷഹ്സിയ എന്നിട്ട് അതിൽ നിന്നൊരു ബയോഡാറ്റ തയ്യാറാക്കണം. ബുലിദൽ അദീബു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരൻ ജനിച്ചു. ബിതാരീഹി ഡേറ്റ് 1920 മിലാദിയ ബിതലയോലപ്പറമ്പ് ബിമുക്കാത്തഅത്തി കൂത്തയം. വാലിദുഹു കെ അബ്ദുറഹ്മാൻ. വാലിദത്തുഹു കുഞ്ചാത്തുമ്മ. ഇസ്മു സൗജത്തിഹി ഫാബി ബഷീർ. വലുക്കിബ ബിബേപ്പൂർ സുൽത്താൻ. ലഹു മുഅല്ലഫാത്തുൻ കസീറ മിൻഹാ ഷാത്തു ഫാത്തിമ വറഫീഖത്തുസ്സിബ. ഹസല അലാ ജായിസത്തി പത്മശ്രീ വതൂഫിയ ഫി ഹാമിസി യൂലിയു 1994 മിലാദിയ. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. വുലിദ അൽ അദീബ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരൻ ജനിച്ചത് ജനുവരി 21, 1908 തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ്. കോട്ടയം ജില്ലയിലുള്ള തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് 1908 ജനുവരി 21 സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. വാലിദുഹു അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് കെ അബ്ദുറഹ്മാൻ എന്നും വാലിദത്തുഹു ഉമ്മയുടെ നെയ്മ് കുഞ്ഞാത്തുമ്മ എന്നുമാണ്. ഇസ്മു സൗജത്തിഹി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വൈഫിന്റെ പേര് ഫാബി ബഷീർ. വലുക്കിബ ബി ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ലഹു മുഅല്ലഫാത്തുൻ കസീറ ധാരാളം രചനകൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മിൻഹ അതിൽപ്പെട്ടതാണ് ഷാത്തു ഫാത്തിമ പാത്തുമ്മയുടെ ആട്. വറഫീഖത്തുസ്സിബ ബാല്യകാല സഖി. ഹസല അല ജായിസത്തി പത്മശ്രീ. ഹസല അല അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജായിസത്തുൻ പുരസ്കാരം സമ്മാനം. പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വതൂഫിയ അദ്ദേഹം മരണപ്പെട്ടത് ഫിഹാമിസി യൂലിയു 1994 ജൂലൈ 5 മരണപ്പെടുന്നത്. ഇനി ഈ തർജുമത്തുൽ ഹയാത്തിനെ നമ്മൾ ബയോഡാറ്റ യാക്കി മാറ്റണം. അവിടെ ഡാഷ് ഇട്ട ഭാഗം ഫില്ല് ചെയ്യണം. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇസ്മുൽ കാമിലി അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ്. ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് എഴുതണം കെ അബ്ദുറഹ്മാൻ. ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് കുഞ്ചാത്തുമ്മ എന്നാണ് വന്നിരിക്കുന്നത്, കുഞ്ഞാത്തുമ്മ. ഇസ്മു സൗജത്ത് ഭാര്യയുടെ പേര് ഫാബി ബഷീർ. താരീഖുൽ മീലാദ് ജനിച്ച ഡേറ്റ് അവിടെ എഴുതുക ജനുവരി 21, 1908. മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം എഴുതുക ബി തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പിലാണ് ജനിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലഖബാണ് ബേപ്പൂർ സുൽത്താൻ. മുഅല്ലഫാത്ത് 2 ഉണ്ട്.
കൊടുത്തിരിക്കുന്നത് ഷാത്തു ഫാത്തിമ റഫീഖത്തു സിബ 2 എഴുതണം. അൽ ജായിസ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചു, പത്മശ്രീ. പിന്നെ താരീഖുൽ വഫാത്ത് മരിച്ച ഡേറ്റ് എഴുതണം, 1994 ജൂലൈ 5. 5ാമത്തെ പ്രവർത്തനം നുകമ്മിലുൽ ജുംല അൽ ആത്തിയ, താഴെയുള്ള ജുംലകൾ സെന്റൻസുകൾ നമുക്ക് നുകമ്മിലു കംപ്ലീറ്റ് ചെയ്യാം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ബാക്കിയുള്ള സെന്റൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ബവ്വാബത്തുൻ ഗേറ്റ് അൽ മദ്രസത്തി, മദ്രസയുടെ കവാടം കബീറത്തുൻ വലിയതാണ്. മുലാഫ് മുലാഫുൻ ഇലൈഹിയാണ് വന്നിരിക്കുന്നത്. ആ പ്ലസ്സുകളൊക്കെ മാറ്റിയിട്ട് അതിനെ യുടെ എന്ന അർത്ഥത്തിലാക്കി മാറ്റണം. രണ്ടാമതായി വന്നിട്ടുള്ള മുലാഫുൻ ഇലൈഹിക്ക് എപ്പോഴും ജറായിരിക്കണം, കെസ്റ് കൊടുക്കണം. ബവ്വാബത്തുൽ മദ്രസത്തി എന്ന് വരണം, മദ്രസന്റെ കവാടം. ആ ചേർക്കൽ കൊണ്ട് 2 ഇസ്മുകൾ തമ്മിൽ ചേർക്കൽ കൊണ്ട് യുടെ എന്ന അർത്ഥം ലഭിക്കുന്നു. മുലാഫുൻ ഇലൈഹിയായ രണ്ടാമത്തെ ആ ചേർക്കപ്പെടുന്നത് ഇസ്മിന് എപ്പോഴും ഏതിലാക്കാണോ ചേർക്കപ്പെട്ടത് ആ ഇസ്മിന് ജറായിരിക്കണം. അതേപോലെ ബാക്കിയുള്ളതും എഴുതണം. ഹലീബ് പാല്, ഷാത്തുൻ ആട്, ലദീദുൻ രുചികരമായ. ആടിന്റെ പാല് രുചിയുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് എഴുതുക? ഹലീബു ഷാത്തി എന്ന് എഴുതണം, ജറ് കൊടുക്കണം. രണ്ടാമത്തെ ഇസ്മിലേക്ക് ചേർത്ത് ജറ് കൊടുക്കൽ മൂലം യുടെ എന്ന അർത്ഥം കിട്ടുന്നു. ആടിന്റെ പാല് ലദീദുൻ രുചിയുള്ളതാണ്. അതുപോലെ സയ്യാറത്തുൽ മുദരിസി, അധ്യാപകന്റെ കാറ് ജദീദത്തുൻ പുതിയതാണ്. അസ്ഹാറുൽ ഹദീക്കത്തി, പൂന്തോട്ടത്തിലെ അസ്ഹാർ പൂക്കൾ, പൂന്തോട്ടത്തിലുള്ള ആ പൂക്കള് റായിഅത്തുൻ വളരെ സുന്ദരമാണ്. അതിലെ തന്നെ ബാ പ്രവർത്തനം നോക്കൂ. നക്തുബു ജുമു അൽ മുഫ്രദാത്ത്, കൊടുത്തിരിക്കുന്ന മുഫ്രദുകളുടെ ജംഅുകൾ എഴുതണം. ബിഅറുൻ കിണർ, ബിഅറുൻ ജംഅ ആബാറുൻ, സ്വദീഖുൻ ജംഅ അസ്തികാഉൻ കൂട്ടുകാർ, ഷജറുൻ ജംഅ അഷ്ജാറുൻ മരങ്ങൾ, ഉർസിന്റെ ജംആണ് അറാസുൻ ചെടികൾ. 6ാമത്തെ പ്രവർത്തനം നോക്കാം. നക്ര ഉൽ ഫിക്ര അൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനഹ്താറു മിൻഹ, അതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. ഹംസ സിഫാത്തിൻ, 5 വിശേഷണങ്ങൾ. ലിസ്വദീഖിൽ മുഖ്ലിസി, ഒരു ആത്മസുഹൃത്തിന് ഉണ്ടായിരിക്കേണ്ട 5 വിശേഷണങ്ങൾ നിങ്ങൾ അവിടെ താഴെ എഴുതണം. നോക്കൂ. അസ്വദീഖുൽ മുഖ്ലിസു, നല്ല ഒരു ആത്മസുഹൃത്ത്. യുഹിബ്ബുൽ ഖൈറ ലി അസ്തികാഇഹി, യുഹിബ്ബുൽ ഖൈറ നന്മ ഇഷ്ടപ്പെടുന്നു. ലി അസ്തികാഇഹി, അവന്റെ കൂട്ടുകാർക്കും നന്മയുണ്ടാവണമെന്നാണ് അവൻ ആഗ്രഹിക്കുക. യൻസുറുഹും, അവരെ സഹായിക്കും. ഇൻദൽ ഹാജ, ആവശ്യ സമയത്ത് മറ്റുള്ളവരെ സുഹൃത്തുക്കളെയും സഹായിക്കുന്നവനാണ് നല്ല ആത്മസുഹൃത്ത്. വലാ യഹൂനുഹും, അവരെ വഞ്ചിക്കുകയില്ല. വലാ യസ്ഹറു മിൻഹും, അവരെ പരിഹസിക്കുകയുമില്ല. വയുശാരികുമാഹും, അവരോടൊപ്പം പങ്കുചേരും. ഫിൽ ഹുസ്നി വസ്സുറൂരി, സന്തോഷത്തിലും ദുഃഖ സന്ദർഭത്തിലും അവരോടുകൂടി പങ്കുചേരും, അവരെ ഒഴിവാക്കില്ല. വയദുഉ ലഹും, അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കും. ബിൽ ഖൈരി, നന്മക്ക് വേണ്ടിയും. വസ്സലാമ, സമാധാനവും നന്മയും തൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടാവണേ എന്നവന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരാണ് നല്ല ആത്മസുഹൃത്തുക്കൾ. എല്ലാ പോയിന്റ്സും അവിടെ തന്നെയുണ്ട്, ഓരോന്നായിട്ട് എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.